എല്ലാ മേഖലകളിലും നഗരമേഖലകളിൽ തീരദേശ മേഖലകളിലൊക്കെ വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. എറണാകുളമാണെന്ന് തോന്നുന്നു ഇപ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ 8.20 തിരുവനന്തപുരം കഴിഞ്ഞാൽ തിരുവനന്തപുരവും തൃശ്ശൂരും കഴിഞ്ഞാൽ പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. എറണാകുളത്തെ ശക്തമായ പോളിംഗ് ആണല്ലേ? എന്താണ് ഈ UDF തരംഗം? UDF മണ്ഡലമാണ് എറണാകുളം, UDF തരംഗം ഉണ്ടാകുമെന്നൊക്കെ സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹൈബി ഈഡൻ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതായത് 1,69,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണയും സാധാരണഗതിയിൽ ഈ പോളിംഗ് ശതമാനം ഉയർന്നു കഴിഞ്ഞാൽ അത് UDFന് അനുകൂലമാകും എന്ന് പൊതുവെ പറയാറുണ്ട്. അതായത് UDF ക്യാമ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക ഇതായിരുന്നു: പോളിംഗ് ശതമാനം കുറയുമോ, പോളിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടേഴ്സിനെ രാവിലെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ഒരു ദൌത്യം അത് കൃത്യമായും അവർ ഈ താഴേക്കിടയിലുള്ള പ്രാദേശിക നേതാക്കന്മാർക്ക് അതിന്റെ ചുമതലകൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല മേഖലകളിലും, പ്രത്യേകിച്ചും കോസ്റ്റൽ മേഖല അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിലാണ്. തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിൽ വലിയ ക്യൂ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സഭയുടെ മറ്റു പ്രധാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സ് കന്യാസ്ത്രീമാരും അടക്കം പോളിംഗ് വോട്ട് രേഖപ്പെടുത്തുന്ന ബൂത്താണ് തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിലെ 149 നമ്പർ ബൂത്ത്. ഇവിടെ ഈ കഴിഞ്ഞ ഒരു മുക്കാൽ മണിക്കൂറായി ഈ ബിഷപ്പുമാർ, സഭയുടെ പ്രധാനപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള ബിഷപ്പുമാർ ഇപ്പോൾ ഇവിടെ ക്യൂ നിൽക്കുകയാണ്. അല്പസമയത്തിനകം അവർ വോട്ട് രേഖപ്പെടുത്തും. രാവിലെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ, അതായത് പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും LDF സ്ഥാനാർത്ഥി KJ ഷൈനും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. രാവിലെ തന്നെയാണ് ഹൈബി ഈഡൻ, UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ, NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരും വോട്ട് രേഖപ്പെടുത്തിയത്. വലിയ രീതിയിലുള്ള ഒരു ക്യൂ എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെടുന്നുണ്ട്. വോട്ടിംഗ് ഏതാനും ചില ബൂത്തുകളിൽ ചെറിയ തകരാർ ഉണ്ടായതിനെ തുടർന്ന്, വൈദ്യുതി തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ചില തടസ്സപ്പെട്ടിരുന്നു. അതായത് 15-20 മിനിറ്റോളം പിറവം, അതോടൊപ്പം കാലടി ഉൾപ്പെടുന്ന ചില പ്രദേശങ്ങളിൽ പോളിംഗ് തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോളിംഗ് ശതമാനം അതാണ് UDFന്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ചില ഘടകങ്ങളുള്ളത് 2020യുടെ സാന്നിധ്യമാണ്. 2020 എറണാകുളത്തും ചാലക്കുടിയിലും 2020 മത്സരിക്കുന്നുണ്ട്. എറണാകുളത്ത് ചില മേഖലകളിൽ അത് UDFന്റെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ അത് 2020ക്ക് കഴിയും എന്ന ഒരു കണക്കൂട്ടലാണ് LDFനുള്ളത്. മറുവശത്ത് LDFന്റെ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു ചിട്ടയായിട്ടുള്ള ഒരു പ്രചരണമായിരുന്നു. ഒരു പുതുമുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട് KJ ഷൈൻ ടീച്ചറെ ഇവിടെ രംഗത്തിറക്കി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന ഒരു കണക്കുകൂട്ടൽ LDFനുണ്ടെങ്കിൽ പോലും UDFനെ സംബന്ധിച്ച് വലിയ ഒരു ആധിപത്യമുള്ള ഇതിന്റെ ഈ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം 3 തവണ മാത്രമാണ് UDFന് ഇവിടെ അടിപതറിയിട്ടുള്ളത്. അതിൽ 2ഉം ഉപതെരഞ്ഞെടുപ്പായിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 55 വർഷത്തിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവർ പ്രചരണങ്ങളൊക്കെ നടത്തിയത്. കാർഡടച്ചുള്ള പ്രചരണമായിരുന്നു. പക്ഷേ UDF അവസാന സമയവും വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. 77.64% പോളിംഗ് രേഖപ്പെടുത്തിയ 2019 77.64% പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലം കൂടിയാണ് എറണാകുളം. അവിടെ ഇത്തവണയും വലിയ പോളിംഗിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം തുടക്കത്തിലെ ഒരു ട്രെൻഡിൽ നിന്ന് മനസ്സിലാക്കാൻ. 13,24,000